ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 നാടൻ റെസിപ്പികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചേന കൊണ്ടുള്ള വിഴുക്കും അതേപോലെ തന്നെ നമ്മളെ മലക്കറിയിലൊക്കെ കിട്ടുന്നില്ലേ ആ ഒരു കാ കൊണ്ടുള്ള തോരനുമാണേ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത റെസിപ്പിയാണ് കേട്ടോ. രണ്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്ക് ആദ്യത്തെ റെസിപ്പിയിലോട്ട് പോവാം. ഇത് നല്ല നാടൻ ചേനയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ വിഴുക്കുണ്ടാക്കാൻ പാകത്തിനൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് ചേന അരിഞ്ഞെടുക്കുമ്പോൾ ചൊറിയൂന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ തോലെടുത്ത് അടുപ്പിൽ തീയിലിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടേ. അപ്പം ഞാൻ എന്തൊക്കെയോ അതേ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൈ പുരട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ ചേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വിഴുക്ക് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണയുടെ ആവശ്യം മതി. നമുക്കത് മുരിച്ച് കഷ്ണമായിട്ടെല്ലാം മുരിച്ചെടുക്കാനും പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ. പക്ഷേ ഇവിടെ ഞാൻ വിഴുക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ കടുകും പൊടിച്ച് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എരിയോട് കൂടി ഉണ്ടാക്കിയാലാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ചേമ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല ചൊറിച്ചൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടറിവ് വെച്ചിട്ട് ചേമ്പിൻ്റെ ഒരു ചെറിയ തോലൊക്കെ എടുത്ത് അടുപ്പിലെ തീയിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടാകുന്നേ. ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഐറ്റമാണ് കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം. ആ ഒരു മുളക് ഇട്ട് കൊടുക്കുമ്പോൾ അല്ല പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു എരിയോട് കൂടിയിട്ടുള്ള റെസിപ്പിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ. നമുക്കിത് അടച്ചു വയ്ക്കാം. ഇതാണ്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒന്ന് അടിയിലൊക്കെ പിടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടം. അടിയിൽ പിടിച്ചാൽ മുരുവോട് കൂടി വരുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണേ. അപ്പോൾ ഒന്ന് അടിയിൽ പിടിച്ചതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. അടിയിൽ പിടിച്ചെടുക്കുമ്പോൾ തന്നെയാട്ടോ ടേസ്റ്റ് കൂടുതൽ. വേണ്ടോ ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ടും തമ്മിൽ ഒട്ടാതെ നല്ല പീസായിട്ട് തന്നെ കിട്ടും. പക്ഷേ ഞാൻ വിഴുക്ക് പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചേനയും ചേമ്പൊക്കെ ആകുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. നാടൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മളെ മലക്കറിയിലൊക്കെ കിട്ടുന്ന കായാണല്ലേ. അപ്പോൾ ചിലരത് അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ചിലർ വെറുതെ എടുത്ത് കളയായിരിക്കുമല്ലേ. അപ്പം ഇനി കളയുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതിന് കളയേണ്ട, നമുക്ക് ഇതേപോലെ തോരനാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചൂട് വെള്ളത്തിലാട്ടോ, നല്ല തിളച്ച വെള്ളത്തിലാണ് ഇട്ടേക്കുന്നത്. അതാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു കറുപ്പ് ആവുമില്ല, അതേപോലെ തമ്മി ഒട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ്ടോ ആ കാ പെട്ടെന്ന് തന്നെ ആ തിളച്ച വെള്ളത്തിൽ ഇട്ടത് കൊണ്ട് തന്നെ നല്ല വെന്ത് പരുവായിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കിട്ടാനും വലിയ പാടുമില്ല, തമ്മി ഒട്ടാതെ കിട്ടുകയും ചെയ്യും കേട്ടോ. കുക്കറിൽ കുറച്ച് വൻപയർ കൂടി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വൻപയറും കൂടി ഇട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ കടുകൊക്കെ പൊടിച്ച് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ പയർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടത് കൊണ്ട് തന്നെ ഒരുവിധം നമ്മുടെ ആ ഒരു കാ വെന്തിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ ഇനി വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒപ്പം തന്നെ ഞാൻ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തോരത്തിന് അരയ്ക്കുന്ന പോലെ മഞ്ഞൾപ്പൊടി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മുളക് കേട്ടോ. പിന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കണേ. തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പും കൂടി ചെയ്തേക്കണം കേട്ടോ. ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്.
അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരിക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.